നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കുക്കറയ്യ ഹാസ് ലമീൻ യമാൽ ഇൻ ഹിസ് പോക്കറ്റ്. റോബർട്ട് സാഞ്ചസ് പറയുകയാണ്, ലമീൻ യമാൽ കുക്കറയുടെ പോക്കറ്റിലുണ്ടെന്ന്. ദേശീയ ടീമിലെ സഹതാരങ്ങളാണ് കുക്കറയും ലമീൻ യമാലും. പക്ഷെ കളിക്കളത്തിൽ സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ. ദേശീയ ടീമിൽ ഒരുമിച്ച് കളിക്കുന്നത് ഇങ്ങനെ പൂട്ടാൻ സഹായകരമായോ എന്ന് കുക്കറയോട് കളി കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കറിയില്ല. ഇന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും നന്നായി കളിച്ചു, അപ്പോൾ ഞാൻ ബെറ്ററായി. അടുത്ത തവണ ഞങ്ങൾ കളിക്കുമ്പോൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ എന്താണ് ഔട്ട്കം എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാണ് കുക്കറയ പറഞ്ഞത്. കളിയിലെ താരമായിട്ട് യുവേഫ തിരഞ്ഞെടുത്തതും മാർക്ക് കുക്കറയെ തന്നെയാണ്. അദ്ദേഹം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ ഗ്രൂപ്പ് പറയുന്നത് ഇങ്ങനെയാണ്. ചെൽസിയുടെ ഫസ്റ്റ് ഗോളിൽ കുക്കറയ വളരെ ഇൻസ്ട്രുമെൻ്റലായിരുന്നു. അതുപോലെ തന്നെ പുറകിൽ നിന്ന് അവരുടെ ഡിഫൻസിൽ നിന്നുള്ള കളക്റ്റീവ് ഇൻറ്റൻസിറ്റി അദ്ദേഹമാണ് ലീഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ടാക്റ്റിക്കൽ അവെയർനെസ് അദ്ദേഹം കളിയിൽ കാഴ്ചവെച്ചു. പിന്നെ ഓരോ ഡ്യുവൽസിലും അദ്ദേഹം മികച്ച രൂപത്തിലാണ് പെർഫോം ചെയ്തത് എന്നുകൂടി ടെക്നിക്കൽ ഒബ്സർവർ ഗ്രൂപ്പ് പറയുന്നുണ്ട്. കളിയിൽ മിന്നും പ്രകടനമാണ് കുക്കറയ നടത്തിയെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹമാണ്. 97 ടച്ചുകൾ, ഒരു കീ പാസ്, 63 പാസുകളിൽ 55 ലക്ഷ്യത്തിലേക്ക്. അത് കളിയിൽ ഇതിലൊക്കെ ബെറ്റർ പെർഫോമൻസാണ്. ഡ്യുവൽസ് 16 അദ്ദേഹം വിൻ ചെയ്യുന്നു. 5 ടാക്കിളുകളിൽ 4 വിൻ ചെയ്യുന്നു. സോ കിടിലൻ പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയത്. ലമീൻ യമാലിനെ പൂട്ടിയതിൻ്റെ പുറകിലെ തന്ത്രം എന്താണ് എന്ന് കളി കഴിഞ്ഞിട്ട് ചോദിക്കുകയുണ്ടായി കുക്കറയോട്. അദ്ദേഹം പറഞ്ഞ മറുപടി, അവൻ ലെഫ്റ്റ് ഫുട്ട് ഡൊമിനൻ്റ് ആണ്. സോ അവനെ ഇൻസൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയാൽ, ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയാൽ എൻ്റെ ടീംമേറ്റ്സ് അവിടെയുണ്ട്, അവരുടെ സപ്പോർട്ട് കിട്ടും. അവൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതവൻ്റെ വേസ്റ്റ് ഫൂട്ടാണ്. അവൻ റൈറ്റ് ഫുട്ട് കൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഞാൻ പറയും കൺഗ്രാജുലേഷൻസ് എന്ന് പറയും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തത് എന്ന് കുക്കറയ്യ പറയുന്നുണ്ട് കളി കഴിഞ്ഞിട്ട്. ഏതായാലും പൂർണ്ണമായിട്ടങ്ങ് പൂട്ടിക്കളഞ്ഞു ലമീൻ യമാലിനെ എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചൊരു ഇൻഫ്ലുവൻസും അദ്ദേഹത്തിന് ഈ കളിയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. കളി കഴിഞ്ഞിട്ട് റോബർട്ട് സാഞ്ചസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ബാഴ്സയല്ലേ ഇപ്പോഴും ചാമ്പ്യൻസ് ലീഗ് ഫേവററ്റുകളുടെ ലിസ്റ്റിലുള്ള ഒരു ടീമെന്ന് ചോദിക്കുമ്പോൾ റോബർട്ട് സാഞ്ചസിൻ്റെ മറുപടി, നോ, ഞാനങ്ങനെ കരുതുന്നില്ല, പകരം ഞങ്ങളാണ് ഫേവറിറ്റ്സ്, ചെൽസിയാണ് ഫേവറിറ്റ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ. ലമീൻ യമാലിനെ കൃത്യമായിട്ട് പൂട്ടി. ഇപ്പോൾ റോബർട്ട് സാഞ്ചസ് തന്നെ പറയുന്നു ലമീൻ യമാൽ കുക്കറയുടെ പോക്കറ്റിലാണെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.